ആ വചനം എന്നോടായിരുന്നു. എന്റെ ലൈഫിൽ ഈ തെറ്റുകളുണ്ട്, ഞാൻ അന്യായമായത് ചെയ്യുന്നുണ്ട്, എന്റെ നുകം സൗമ്യതയല്ല, എന്റെ ജീവിതത്തിൽ സൗമ്യതയില്ല, എന്റെ ജീവിതത്തിൽ താഴ്മയില്ല, എന്റെ ലൈഫിൽ കുറവുകൾ ഉണ്ടപ്പാ. ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അനേകരെ പീഡിപ്പിച്ചിട്ടുണ്ട്. എന്റെ അപ്പനെ അല്ലെ എന്റെ അമ്മയെ, എന്റെ സഹോദരങ്ങളെ, എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യ, എന്റെ മക്കളെ ഞാൻ പീഡിപ്പിക്കുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അതിന് ക്ഷമ പറഞ്ഞ് നിരപ്പ് പ്രാപിക്കുമ്പോൾ കർത്താവ് പറയുന്ന പ്രോമിസിനെ നിങ്ങൾ കേൾക്കണം. 8, 9 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. ആരെങ്കിലും ഇരുട്ടിലായിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ജീവിതം അന്ധകാരത്തിലാ സിസ്റ്ററെ, ജീവിതത്തിൽ മൊത്തം ഇരുട്ടാ, എനിക്ക് വെളിച്ചം കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഓർത്തോണം, ഈ മുകളിൽ പറഞ്ഞ 6, 7 വാക്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടോന്ന് ചിന്തിക്കുക. ഉണ്ടെങ്കിൽ അത് മാറ്റിയ കർത്താവ് പറയാ, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. അത് കഴിഞ്ഞിട്ട് പറയുക, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. പതുക്കെ പൊറുതി വരുമെന്നല്ല, വേഗത്തിൽ പൊറുതി വരും. എപ്പോഴാ? ഇപ്പോൾ ഈ മീറ്റിംഗിൽ തന്നെ നിങ്ങൾ ഹൃദയങ്ങളെ സമർപ്പിക്കുമെങ്കിൽ, കർത്താവേ എന്റെ ലൈഫിൽ അൺഫോർഗിവ്നെസ് ഉണ്ട്, എന്റെ ജീവിതത്തിൽ കയ്പുണ്ട്, ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവനാ, എനിക്ക് എന്റെ സ്വന്തം കൂട്ടുകാരെ, എന്റെ സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അവരോട് വർഷങ്ങളായിട്ടുള്ള പകയാ, അവരെന്നോട് ചെയ്തതിന് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. പക്ഷെ അപ്പ എന്നോട് പറഞ്ഞു, വചനത്തിൽ കൂടെ പറഞ്ഞു, ചെയ്യാൻ ഞാൻ തയ്യാറാപ്പ. ഞാൻ അവരോട് രമ്യപ്പെടാൻ തരാം. അത് എന്റെ രക്തബന്ധമാ, എന്റെ സ്വന്തമാ, എന്റെ മാംസത്തിൽ നിന്ന് മാംസവിന്റെ എന്റെ സ്വന്തം രക്തമാ, ഞാൻ തയ്യാറാപ്പ. ഞാൻ എന്റെ വാക്കുകൊണ്ട് ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ സ്വതന്ത്രരായി വിട്ടയച്ചേക്കാം. തയ്യാറാകുമ്പോ കർത്താവ് പറയാ, അപ്പോൾ നിന്റെ വെളിച്ചം ഉദിക്കും. എന്നിട്ട് പറയാ, വേഗത്തിൽ നിന്റെ മുറിവുകൾക്ക് പൊറുതി വരും. ഇന്ന് മുറിപ്പെട്ടിരിക്കുക, വർഷങ്ങളായി മുറിവ, വ്രണം പിടിച്ച് അകത്തോട്ട് പഴുപ്പും ഇതെല്ലാം കേറിയിരിക്കുക, മുറിവുകൾ ഉണങ്ങുന്നില്ല. പുറമെ എത്ര ആന്റിബയോട്ടിക് എടുത്താൽ മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങത്തില്ല ദൈവമക്കളെ. എന്നാൽ മനസ്സിനേറ്റ മുറിവുകളെ പൊറുപ്പിക്കാൻ കർത്താവിന് മാത്രമേ. കർത്താവ് പറഞ്ഞു, ഞാൻ മുറിവ് കെട്ടുകയും ചെയ്യും, ചതയ്ക്കുകയും തൃക്കൈ കൊണ്ട് പൊറുപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ മുറിവുകൾക്കും പൊറുതി വരണമെങ്കിൽ നിങ്ങൾ വില്ലിങ് ആയി വരണം. കർത്താവ് എന്റെ മുറിവിന് പൊറുതി വരണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം എന്താ ചെയ്യണ്ടേ. ഞാൻ ചെയ്യാൻ ഇന്ന് പരിശുദ്ധാത്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാം. നിങ്ങൾ സോറി ചോദിക്കുമ്പോൾ ചിലപ്പം മറ്റുള്ളവർ കളിയാക്കിന്നിരിക്കും. പീഡിപ്പിച്ചെന്ന് ഉറപ്പുള്ളവരെ വിളിക്കുമ്പോൾ, എടാ ഞാൻ ഇത്രയും നാൾ അങ്ങനെ ചെയ്തു, എന്നോട് ക്ഷമിക്കണേന്ന് പറയുമ്പോൾ പറയും, ആ ഇപ്പോഴാണോ തോന്നി, ഇതെന്താ പറ്റി ഇന്ന് തോന്നാനൊക്കെ ചോദിച്ച് ചിലപ്പോൾ കളിയാക്കും. നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട. ചിലപ്പോൾ വീണ്ടും അവർ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആയി, ബാക്കി ഫോൺ വെച്ചിട്ട് പറയണം, അപ്പ പറഞ്ഞ് ഞാൻ അനുസരിച്ചു, ഇനി ആ വ്യക്തികളോട് പരിശുദ്ധാത്മാവൊന്ന് ഇടപെടണമേ. എന്നിട്ട് പറയുക, നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. എന്നിട്ട് പറയുക, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരം അരുളും. അതുവരെ വിളിച്ച ഉത്തരം അരുളുന്നുണ്ടോ എന്ന് എന്റെ ചോദ്യം. ഇതൊക്കെ ചെയ്തിട്ട് നീ വിളിച്ചാൽ കർത്താവ് പറയാം, അപ്പോൾ നീ വിളിക്കും, ഞാൻ ഉത്തരം അരുളും. പക്ഷെ ഇപ്പോഴും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പലരും പറയും, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. കർത്താവ് മറന്നിട്ടല്ല, കർത്താവ് പറയും വെയിറ്റ് ചെയ്യുക. എന്റെ ജീവിതത്തിൽ ഇതിനൊരു കാര്യം പലപ്പോഴും എന്നെ ചിന്തിക്കുന്ന ഒരു കൊച്ചൊരു എക്സാമ്പിൾ പറയും. എനിക്ക് 3 വയസ്സുള്ള ഒരു മോനുണ്ട്. പലപ്പോഴും അവൻ പുറത്തൊക്കെ കളിച്ചിട്ട് അവന്റെ കയ്യിൽ ചെളിയൊക്കെ ആയിട്ട് വരുമ്പോ, മമ്മ വിശക്കുന്നു എന്ന് പറയുമ്പോ എന്റെ കൈ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, മോനെ കൈ കഴുകിയിട്ട് മമ്മ തരാമെന്ന് പറയും. ചില സമയത്ത് വിശപ്പിന് ആധികം കൊണ്ട് അവന് കൈ കഴുകാൻ മനസ്സില്ല, കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക എന്റെ മുമ്പിൽ. ഞാൻ പറയും കൈ കഴുകിയാ മമ്മി തരാം. പക്ഷെ അതിന് മനസ്സില്ല, കൈ കഴുകാൻ മനസ്സില്ല, പക്ഷെ എന്ത് വേണം? ഭക്ഷണം വേണം. നമ്മളും പലരും ഇങ്ങനെയാ. കർത്താവ് നന്മകൾ കയ്യിൽ എടുത്തു പിടിച്ചേക്ക്, അതാണ്ട് മേടിച്ചോ. കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞോളൂ, പോയി കഴുകുപോയി. പക്ഷെ കഴുകാൻ മനസ്സില്ല. ഞാൻ പലപ്പോഴും മോനോട് പറയും, മോനെ മമ്മ വിൽ ഗിവ് യു, അത് കയ്യിലുണ്ട്, മുമ്പ് കൈ കഴുകിയിട്ട് വാ. കയ്യിൽ അഴുക്ക കണ്ടോ, ഈ അഴുക്ക് കണ്ടോ, ഇതും കൂടെ കഴിച്ചാൽ ശരീരത്തിന് അഴുക്ക, നിനക്ക് തന്നെ നീ ദോഷം ചെയ്യുക. ചില നന്മകൾ അങ്ങനെ പ്രാപിച്ചാലും സന്തോഷത്തോടെ സന്തോഷത്തോടെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ ചിലപ്പോൾ വരും. നന്മയുടെ പൂർണ്ണത കാണാൻ പറ്റുന്നില്ല. റീസൺ എന്താ? പിടിവാശി പിടിച്ച് മേടിക്കുന്ന പോലെ. എന്നാൽ കർത്താവ് പറയാ, കൈ കഴുക, നീ നിന്നെ തന്നെ കഴുക, നിന്റെ പാപങ്ങൾ നീ പുറത്തു വാ, അപ്പോൾ നീ വിളിക്കും, ഞാൻ ഉത്തരമരുളും. എന്നിട്ട് പറയുകയാ, യഹോവ ഉത്തരം, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്നവൻ അരുളി ചെയ്യും.
നിലവിളിച്ച കർത്താവ് പറയുന്നത് പതുക്കെ വരാന്നല്ല, കർത്താവ് പറയാം ഞാൻ വരുന്നെന്ന്. എന്റെ കുഞ്ഞ് കിടന്ന് ചുമ്മാ കരയുന്നതും നിലവിളിച്ച് കരയുമ്പോഴും എന്റെ ഓട്ടം രണ്ടും രണ്ട് രീതിയിലാണ്. വെറുതെ വിളിച്ചാൽ ഞാൻ ഇച്ചിരി സമയം എടുക്കും, എന്നാൽ നിലവിളിച്ചാൽ ഞാൻ ഓടിച്ചെല്ലും. ദൈവമക്കളെ, നിങ്ങൾ നിലവിളിക്കുക വർഷങ്ങളായി, മറുപടി ഇല്ലെങ്കിൽ മേളി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് പറയാം നീ നിലവിളിക്കുമ്പോൾ ഞാൻ വേഗത്തിൽ ഓടി വരുമെന്ന്, അടുക്കൽ വരുമെന്നാ പറയുന്നേ. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഞാൻ അതുകൊണ്ട് ഇന്ന് എനിക്ക് തന്ന സമയത്തിനുള്ളിൽ നിർത്തുകയാ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് പറയുകയാ, ഇതാണ് എനിക്കിഷ്ടമുള്ള ഉപവാസം. നമ്മൾ എത്ര നേരം ഭക്ഷണം വെടിഞ്ഞു എന്നുള്ളതല്ല. പല ആന്റിമാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ എനിക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഷുഗർ ഉണ്ട്, എനിക്ക് പ്രഷർ ഉണ്ട്. ഞാൻ അവരോട് പലപ്പോഴും പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാനിത് പറയാൻ കാരണം എന്നോട് പലരും ചോദിച്ചു ഉപവാസം എങ്ങനെ ഉപവസിക്കണം സിസ്റ്ററുടെ ടെസ്റ്റിമണിയുടെ ഉപവാസത്തെ. ഞാൻ ഈ ഉപവാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനും പലപ്പോഴും പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ട് കഠിന ഉപവാസം, വെള്ളം പോലും കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. എന്റെ അന്നത്തെ വിചാരം അതാ, ഞാൻ എങ്ങനെയൊക്കെ ഉപയോഗിച്ച് കർത്താവ് അങ്ങ് കേൾക്കും, കാരണം പാവം എന്റെ കൊച്ചു കഷ്ടപ്പെട്ടിരിക്കുമല്ലോ എന്നുള്ള ചിന്തയാണ്. പക്ഷെ പിന്നീട് എനിക്ക് വചനം മനസ്സിലായപ്പോൾ മനസ്സിലായേ കർത്താവ് അങ്ങനെ പാവം തോന്നുന്നില്ല, കർത്താവ് നോക്കുന്ന വ്യവസ്ഥ പ്രകാരമാണോ ഞാൻ ഇരിക്കുന്നതെന്നാ. എനിക്ക് പലപ്പോഴും കർത്താവിന്റെ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് എന്തോ പറയുന്നത് ഭയങ്കര ഭയം നേരിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഭയപ്പെടുത്തിയ ഒരു കഥയാ പഴയ നിയമത്തിൽ, അല്ലെങ്കിൽ സംഭവമാണ് ഈ നമ്മുടെ ഹായി പട്ടണം പിടിച്ചെടുക്കാൻ പോയപ്പോൾ, പിടിക്കാതെ വന്നപ്പോൾ ആഖാൻ തെറ്റ് ചെയ്തു. കർത്താവ് പറഞ്ഞ വ്യവസ്ഥ ആഖാൻ അനുസരിച്ചില്ല. എന്തുവാ സംഭവിച്ചത്? ദൈവം പറയുക വ്യവസ്ഥ അനുസരിക്കാത്തവനെ കൊന്നുകളഞ്ഞത്, കല്ലെറിഞ്ഞു കൊന്നോളാൻ, അവനെയും അവന്റെ കുടുംബത്തിലുള്ള സകലത്തെയും. എന്തുകൊണ്ട് കരുണ കാണിച്ചില്ല ദൈവം? കാരണം ദൈവം ഓൾറെഡി വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യവസ്ഥ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ, ക്ലിയർ ആക്കേണ്ടതിനെ ക്ലിയർ ആക്കി കഴിഞ്ഞപ്പോൾ ഹായി പട്ടണം പിടിച്ചെടുത്തു. ദൈവമക്കളെ, നമുക്ക് പലതും പിടിച്ചെടുക്കാൻ പറ്റാതെ മുമ്പിൽ ഭാരമായി നിൽപ്പുണ്ടെങ്കിൽ ഓർക്ക് എവിടെയാ എന്റെ ജീവിതത്തിൽ കുറവ് വന്ന്.